നെട്ടൂരിളവയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന സമയമാണിത്. ഞങ്ങൾക്ക് വണ്ടാമാറ്റത്തിൽ നിന്ന് നല്ലൊരു മകളെ കിട്ടുന്ന ദിവസം കൂടി. സ്നേഹപൂർവ്വം വണ്ടാമാറ്റത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും റോഷനയുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും പിന്നെ ഈ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവൻ കുടുംബ ദിനമായിട്ട് ആചരിക്കുകയാണ്. സാമൂഹ്യ വ്യവസ്ഥയിൽ കുടുംബങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും കുടുംബങ്ങളെ കൂടുതൽ ജീവനോടാക്കുവാനുമാണ് കുടുംബദിനം ആചരിക്കുന്നത്. ഈ കുടുംബദിനം ആചരിക്കുന്ന ഈ ദിവസമാണ് ഒരു പുതിയ കുടുംബത്തിന് ആരംഭം കുറിക്കുന്നത്. ഇവർ ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം വിജയകരമായി തീരുവാൻ കൃഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവിക ചൈതന്യത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഭക്തിവത്സരം ഈ വിധി പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Thank you.
സജ്ജമാക്കിയിരിക്കുന്ന കുടുംബത്തിന് നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഈ പുതാശയോഗ്യത പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ ജനങ്ങളാട്ടിയായി തെരഞ്ഞെടുത്തു. രാജാവിനെ അവളെ സന്ദർശിക്കും. തോഴികളായി അവളെ അനുഗമിക്കും. നിന്റെ മാലിന്യന്റെ ഭവനത്തിൽ കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ നേശിച്ചിട്ടും സൈതങ്ങൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകനായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ ജനങ്ങളാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ അവയുടെ സത്യത്തിലെല്ലാം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷനാകുന്ന തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങളിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നിൽക്കുന്ന സഭയും നിരന്തരമായി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തെയും നാഥായിരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാണ് ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അവയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എപ്പോഴും എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ എളിമയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിയോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളത്തിലെത്തിയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത്.
ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. വിശയോഗ്യനാൻ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹബലി നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പെരുജാനോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. സഹോദരങ്ങള്, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നത് ജെഫിനെയും റോഷനെയും പ്രതിയാണ്. ഇന്ന് നമ്മളെല്ലാവരും ദൈവത്തിന് നന്ദി പറയുന്നതും ഇവരെ പ്രതിയാണ്. ഇവരുടെ ജീവിതത്തിൽ അനാദിയില് ദൈവം പറഞ്ഞിരുന്ന വചനം ഇവരുടെ ജീവിതത്തിൽ ഇന്ന് പൂർണ്ണമാവുകയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇവയെ നൽകും. സ്വാഭാവികമായിട്ടും ജെഫിനും റോഷനും മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ
പ്രേരണയിൽ പലരെയും ഈ വിവാഹത്തിന് മുൻപ് തങ്ങളുടെ പങ്കാളികളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുകയും കാണുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ദൈവം അനാദിയിലെ നിശ്ചയിച്ചു വെച്ചിരുന്ന ചേർന്ന ഇണയെ ദൈവം ഈ മാതാപിതാക്കളെ തന്റെ കൈകളിൽ ഉപകരണമാക്കിക്കൊണ്ട് ഇന്ന് ഇവർ രണ്ടുപേരെയും വചനത്തിന്റെ പൂർത്തീകരണത്തിന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും നേരുകയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലം ഇവിടെ വികാരിയായിട്ട് സേവനം ചെയ്യുമ്പോൾ KCBIയുടെ പ്രസിഡന്റാണ് ജെഫിൻ. KCBIയുടെ പ്രസിഡന്റ് ജെഫിൻ തന്നെയാണ്. എനിക്കറിയാം, പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ യുവാക്കളെല്ലാം മുൻനിരയിൽ നിന്നിരുന്ന ആളാണ്. നമ്മുടെ സ്നേഹിതരായിരിക്കുന്ന വൈദികരെല്ലാം തന്നെ ഈ കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധം പഴകാലം ജോഷിയായിട്ടും ജെഫിനായിട്ടും ചേച്ചിയായിട്ടും കുടുംബമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. ജോഷിയാണെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള പള്ളിയിൽ എല്ലാ കാര്യങ്ങളിലും വിളിച്ചാൽ ആദ്യം ഓടിയെത്തുന്ന 5-6 പേരിൽ ഒരാള് ജോഷിയാണ്. മുതിർന്ന തലമുറയിൽ ഓടിയെത്തുക, ചെറുപ്പക്കാരുടെ ആദ്യം ഓടിയെത്തുന്ന വ്യക്തി ജെഫിനും ജെബിനും ഒക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഓടിയെത്തുന്നത് ആ ആദ്യം എത്തുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. ഈ ദേവാലയവുമായിട്ടുള്ള അവരുടെ ബന്ധം വളരെ ആഴമേറിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വൈദികരുടെ ആയിരിക്കുന്നത്. ജെഫിൻ ഇവിടുത്തെ KCBI പ്രസിഡന്റ് മാത്രമല്ല, ഫൊറോനയില് അതിരൂപതയിലും ഒക്കെ വളരെ സജീവമായ KCBI പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഇന്ന് അതിരൂപത KCBI ഡയറക്ടർ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ജെഫിനെ നന്നായിട്ട് അറിയാം, റോഷനെ ഞങ്ങളിനി അറിയുകയാണ്. ഇവിടെ ആയിരിക്കുന്ന റോഷനെ അറിയാം. ജെഫിനെ ഞങ്ങൾക്ക് അറിയാവുന്നത് നല്ല ഒരു ചെറുപ്പക്കാരൻ, കാര്യങ്ങൾ ചെയ്യാനായിട്ട് മെഡിക്കലായിട്ടുള്ള ചെറുപ്പക്കാരൻ, തന്റെ അഭിപ്രായങ്ങൾ അത് വ്യത്യസ്തമാണെങ്കിലും അത് പറയാനുള്ള തന്റേടമുള്ള ചെറുപ്പക്കാരൻ. ഞങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെയാണെങ്കിൽ വെച്ചാൽ അങ്ങനെയാണെങ്കിലും ഇങ്ങനെയല്ലേ, അതിങ്ങനെ ചെയ്യാൻ പാടില്ല വെച്ചാൽ ചോദിക്കാനുള്ള ചങ്കുറപ്പുള്ള ചെറുപ്പക്കാരൻ. ഒപ്പം കുടുംബം നന്നായിട്ട് നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കൊറോണ കാലത്ത് ഇവിടെ ക്വാറന്റൈനിലാണെന്ന കുടുംബങ്ങളിലേക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുമായിരുന്നു. അത് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു. പിന്നെ അവരുടെ ചെറുപ്പക്കാരെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഫണ്ട് കളക്ട് ചെയ്ത്, നാട്ടിലെ ജോലിയുള്ളവർക്ക് ഫണ്ട് കളക്ട് ചെയ്ത്, അല്ലാതെ ഈ സാധനം മേടിച്ചു കൊടുക്കുന്നതിന്റെ ലിസ്റ്റും എന്റെ ബില്ലും എനിക്ക് വാട്സപ്പ് ചെയ്യും. ഇന്നതൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടല്ല, ഒരു കുടുംബത്തിലേക്ക് വരുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് മേടിച്ചിട്ടുണ്ടാവും. സാധാരണ ചെറുപ്പക്കാരുള്ള കുടുംബത്തിൽ ചെയ്യണമെന്ന് ചിലപ്പോഴൊക്കെ അറിയാൻ പറ്റാതെ വരും. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, താമസിച്ച് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എടുക്കാനും പ്രാപ്തരാണെന്ന് ഞാൻ പെട്ടെന്ന് നിന്നപ്പോൾ അത് ഓർക്കുകയായിരുന്നു. കറക്റ്റ് ലിസ്റ്റ് കുടുംബത്തിൽ വേണ്ട സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് മേടിച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടി വരുമായിരുന്നു. അങ്ങനെ ഊർജ്ജസ്വലനായ ആ ചെറുപ്പക്കാരന് റോഷന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇന്ന് സമാനമായിട്ട് നൽകുകയാണ്. ആ ദൈവത്തിന്റെ പദ്ധതികൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജെഫിൻ, റോഷൻ, നിങ്ങൾ ഈ ദേവാലയത്തിലേക്കാണ് കടന്നത്. ഈ ദേവാലയത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ കഴിഞ്ഞ 1-2 മാസത്തെ ഒരുക്കത്തിന്റെ സമയത്ത് വിവാഹ ഒരുക്ക കോഴ്സുകളിൽ പോയപ്പോൾ, മറ്റുള്ള കാര്യങ്ങളിൽ പോയപ്പോൾ, ചിലപ്പോൾ വിചാരിച്ചെടുത്ത് നമസ്കാരം ലഭിക്കാനായിട്ട് വന്നപ്പോൾ ഒക്കെ പറഞ്ഞു കേട്ട ഒരു കാര്യം ഈ വിവാഹ വേദിയിൽ വെച്ച് ഒരു കൂടി അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ 2 പേരിൽ മാത്രമുള്ള ഒരു ഉടമ്പടിയാണ്. ഇത് നിങ്ങളും ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടിയാണ്. നിങ്ങൾ 2 പേരും മാത്രമുള്ള ഉടമ്പടിയായിരുന്നില്ല. ഇന്ന് ഈ ദേവാലയത്തിനകത്തേക്ക് നിങ്ങൾ കടന്നു വരണ്ടായിരുന്നു. പുറത്ത് പോയി വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ട് കടന്നു പോയാൽ മതിയായിരുന്നു. അത് ക്രിസ്തീയ വിവാഹത്തെ തിരുവിവാഹം എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളും ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിക്ക് വേണ്ടിയാണ് നിങ്ങൾ ദേവാലയത്തിലായിരിക്കുക. നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയും ഇത് തന്നെയാണ്. നിങ്ങൾ ക്രിസ്തുവും കൂടിയാണ് ഈ ഉടമ്പടി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ ഉടമ്പടിയെ കുറിച്ച് തീരുമാനിക്കാനായിട്ട് അവകാശമില്ല. നിങ്ങളും ക്രിസ്തുവും ചേർന്നുള്ള ആലോചനകളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്. അങ്ങനെ നിങ്ങളും ക്രിസ്തുവും ചേർന്നുള്ള ആലോചനകളുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്,
രാവിലെ വായിച്ചത് ഇങ്ങനെയാണ്. കുടുംബം കൂടുമ്പോഴായ മാത്രം പോലെ ചിലപ്പോഴൊക്കെ ഭൂകമ്പങ്ങൾ കൂടിയുണ്ടാകും. ചില ജീവിത ബുദ്ധിമുട്ടുകൾ അവിടെ കടന്നു വരും, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കടന്നു വരും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് പലരാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ ഈ ഉള്ള ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോഴൊക്കെ ഈ ചേർത്ത് പിടിച്ച കരത്തില് ക്രിസ്തു ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾ വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിന് എന്നും ക്രിസ്തു നിലനിൽക്കട്ടെ. ഇന്ന് വിവാഹം ആശീർവദിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെ ചേർത്ത് പിടിപ്പിച്ച് നിങ്ങളുടെ കൈകളിൽ മോതിരങ്ങൾ അണിയിച്ച് താലി ചാർത്തി പന്ത്രണ്ട് ചാർത്തി നിങ്ങൾ സ്വന്തമാകുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തു സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ കാനായിലെ കല്യാണങ്ങളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ജപമാല ആശീർവദിച്ചു തരുന്നത്. ആ ജപമാല ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മയുടെ സാന്നിധ്യവും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലുണ്ടാകട്ടെ. അപ്പോൾ കാനായിലെ കല്യാണത്തിൽ സംഭവിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിറയും. കാനായിലെ കല്യാണത്തിൽ നിറഞ്ഞൊഴുകിയ വീര്യഭരണികൾ ഒരിക്കലും ഹർഷ ഉന്മാദത്തിന്റെ ലഹരിയുടെ വീര്യഭരണികളല്ല, മറിച്ച് അത് ദാമ്പത്യ വിശ്വസ്തയുടെ പരസ്പര സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ സുഹൃത്തുക്കളുടെ ആശംസകൾ നിറയുന്നതിന്റെ സന്താന സൗഭാഗ്യത്തിന്റെ ഒക്കെ വീര്യഭരണികളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലും നിറയട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ആശംസകൾ നേരാം. ഇപ്പോൾ ഗായക സംഘപാഠം പുതിയ കുടുംബത്തിന്റെ കവിതകൾ വീഴുമ്പോ തിരുസഭ പ്രതിനിധിക്കുന്ന വിജയ മംഗളവാണികളാൽ ഞങ്ങൾ ഭാഗം വരുന്നതൊക്കെ നമുക്ക് ചേർന്ന് പാടാം. ഇന്ന് സഭ സന്തോഷിക്കുന്ന ദിവസമാണ്. ഇവിടെ ഇതുവരെ പലകെ പരിശോഷിച്ചവരുടെ കുടുംബമുണ്ടായിരുന്നു. പണ്ടവട്ടത്ത് തുരുത്തിപ്പള്ളിയുടെ കുടുംബമുണ്ടായിരുന്നു. ഇത് മാറിയിരുന്നപ്പോ പാലക്കാട് ജെഫിന്റെ കുടുംബം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് സഭ ഇന്ന് സന്തോഷിക്കുകയാണ്. ഈ സന്തോഷത്തിൽ നമുക്ക് പങ്കുകാരാകാം. എങ്ങനെയാണ് പങ്കുകാരാകേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് ബെസ്റ്റ് വിഷസും കൺഗ്രാറ്റുലേഷൻസും പറഞ്ഞ് പോകുമ്പോൾ ചെയ്യേണ്ടതല്ല. നിങ്ങളിൽ ജീവിതം ജീവിച്ചു തുടങ്ങിയവരുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിന് നല്ല ജീവിത അനുഭവങ്ങളോടുകൂടി നിർത്തുന്നവരുണ്ട്. ഇവര് ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോ ഒരു കൊച്ചു കുഞ്ഞ് പിച്ച വയ്ക്കുന്നത് പോലെ ചിലപ്പോഴൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളിൽ ഇവർക്ക് സ്നേഹമായിട്ട് നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിന്ന് ഇവർക്ക് വില നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ഇന്ന് നിങ്ങളിവിടെ പറഞ്ഞിട്ട് പോകുന്ന ആശംസകൾ പൂർണ്ണമാകുന്നത്. ദൈവസാന്നിധ്യത്തിൽ കൃപയിൽ ജീവിച്ചു തീർക്കാനുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ്. അതോട് പ്രിയപ്പെട്ടവരെ, ഇവരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ജഡ്ജിയുടെ പ്രൊഫഷനും ഇവിടെ ആയിരിക്കുന്ന വൈദികർ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ ആശംസ നേരുകയാണ്. കുറച്ച് കഴിയുമ്പോൾ പ്രവർത്തകരെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവർക്ക് പ്രിയപ്പെട്ട ജഡ്ജി ചേട്ടന്റെ ഈ കല്യാണ സന്തോഷത്തിൽ അവരും പങ്കെടുക്കുന്നു. അവരുടെ കൂടെ ചേർന്ന് ഞാൻ സന്തോഷത്തിൽ ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു സാന്നിധ്യത്തിൽ ഈ വിവാഹ ജീവിതത്തിന്റെ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങയുടെ ശാന്തിയും സമാധാനവും അങ്ങനെ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദുർഗമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആദിയിൽ പരിശുദ്ധ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനം ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാസ യോഗ്യതയോടെ കർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ
സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോഷനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? റോഷൻ മിശിഹായുടെ നിയമവും തിരുസഭനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജെബിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹത്തോടേക്ക് സാക്ഷിക്കാണല്ലോ. ജെബിൻ, റോഷൻ, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിന്റെയും ഇസ്മാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയും ആമേൻ. കുരിശുമരണസഭയോടുമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താനെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താനെ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രത്തിൽ കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. അവനിലുന്നതമാം അമ്പരവീതികളും മംഗളവീതികളിൽ പൊങ്ങി മുഴങ്ങുന്നു. അവനിലുന്നതമാം അമ്പരവീതികളും മംഗളവീതികളിൽ പൊങ്ങി മുഴങ്ങുന്നു, പൊങ്ങി മുഴങ്ങുന്നു. ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവരന്മാരും അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിൽ എല്ലാവരും
എന്നിൽ തിരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് അയൽവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നും അവരോടൊപ്പം ഈശോയുണ്ട് എന്ന വിചാരത്തോടെ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ദൈവാനുഗ്രഹനായി വിശുദ്ധ ബലിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മങ്ങളുടെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാണ്. വിവാഹമെന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടെ ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടെ സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മറയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവപരിമാരായങ്ങളെയും ഈ തിരുമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ശുദ്ധീകരണത്തിന്റെ വിപീഠമേ സുസ്തി.
ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എൻ്റെ ചാച്ച പിന്നെ എപ്പോഴും ഭയങ്കര ഹാൻസമാണ്. പക്ഷേ ഈ പ്രാവശ്യം ചാച്ചനെ ചേച്ചി കണക്ക് കിട്ടി. ചേച്ചി ഭയങ്കര സൂപ്പർ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒത്തുചേരൽ മാത്രമല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുകൂടൽ കൂടിയാണ്. സോ ദ ഡാൻസ് വിൽ ബി ബ്ലെസ്ഡ് ഓൺലി വിത്ത് ദ പ്രസൻസ് ഓഫ് ബോത്ത് ദ ഫാമിലീസ്. അതുകൊണ്ട് തന്നെ ഞാൻ ചാച്ചയുടെയും ചേച്ചിയുടെയും ഫാമിലീസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാണ്. പ്ലീസ് എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. ചാച്ചയുടെ ഫാമിലി, ചേച്ചിയുടെ ഫാമിലി. ഞാൻ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാണ്. വേറെ ആർക്കല്ല, ചാച്ചയുടെ ഗോഡ് പാരൻസ്, അങ്കിൾ, ആൻറ്റി. ഫാമിലീസിനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. എന്നാലും ഇന്നത്തെ ഡ്യൂട്ടിയാണ് ഇവരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് our handsome group. എൻ്റെ ചാച്ചപ്പൻ ജഫിൻ ജോഷി, പാലക്കാട് ഹൗസ്. ചാച്ച കൊച്ചുകുട്ടിയാണ് വർക്ക് ചെയ്യുവാണ്. ചാച്ചയുടെ പപ്പ ജോഷി സേവ്യർ, മമ്മി ജാൻസി ജോഷി, ചാച്ചയുടെ ബ്രദർ ജഫിൻ ജോഷി. പിന്നെ ഉള്ളത് ചാച്ചയുടെ ഗോഡ് പാരൻസ് ആണ്. ഗോഡ് ഫാദർ ജൂൺ ദേവസി, ഗോഡ് മദർ ജിജി ജോ. ഇതാണ് നമ്മുടെ ഗ്രൂമിൻ്റെ ഫാമിലി. മൂവിംഗ് ഓൺ ടു അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ്, ചേച്ചി റോഷൻ മെറിൻ മാത്യു, തുർക്കിപ്പിള്ളി ഹൗസ്. ചേച്ചിയുടെ പപ്പ TJ മാത്യു, ചേച്ചിയുടെ മമ്മി ജോളി മാത്യു. ഷി ഹാസ് എ സിസ്റ്റർ ഐറിൻ ഫ്രെഡി ആൻഡ് ബ്രദർ ഇൻ ലോ ഫ്രെഡി ഫ്രാൻസിസ്. ഇതാണ് നമ്മുടെ ഫാമിലി. നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ വെഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സെർമണീസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ സെർമണീസിലേക്ക് പോവാം. പ്രകാശം നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. ചാച്ചയും ചേച്ചിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ അടയാളമായി ഈ ദീപങ്ങൾ തെളിയിക്കാം. സോ അതിനായിട്ട് ചാച്ചനെയും ചേച്ചിനെയും അവരുടെ ഫാമിലീസിനെയും ഞാൻ ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുവാണ്. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Special effects. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that round about me you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I want the world to know I'm happy as can be. ഞങ്ങളിപ്പോൾ
തന്നെ കണ്ടായിരുന്നു. വേറെ ആരും പറയണ്ട, ചാച്ച ചേച്ചിനെ പറ്റിയും ചേച്ചി ചാച്ചനെ പറ്റിയും പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ സിംഗിളല്ല, മാരീഡ് കപ്പിളാണ്. സോ നിങ്ങളുടെ ഇന്നത്തെ ഫീലിങ്സ്, ഇമോഷൻസ്, ഫോക്കസ് അത് സന്തോഷമായിരിക്കും, നമുക്കറിയാം. എന്നാലും നിങ്ങളത് ഷെയർ ചെയ്യും. ഓക്കെ, മാർച്ച് 6-നായിരുന്നു ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തത്. അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് നമുക്ക് കാര്യമായിട്ട് അറിയാം. ഒരു 4 months ആയിട്ട് നമുക്ക് അറിയായിരുന്നു. അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ വളരെ കാര്യമായിട്ട് കുറച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പം ജെഫിനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫാമിലിയുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പപ്പ, മമ്മി, കുഞ്ഞു ഇവരുടെ അടുത്തും അതുപോലെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഇവരെയൊക്കെ ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരു ആളാണെന്ന് തോന്നിയത് കൊണ്ടും ഇതേ കാര്യത്തിന് ഞാൻ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടുമാണ് ജെഫിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും സ്നേഹിച്ച് തുടങ്ങിയതും. പിന്നെ അതുപോലെ തന്നെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് കെയർ ചെയ്യുന്നു, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. കരിയറിലും അതുപോലെ എൻ്റെ ഫാമിലിയിലും ഒക്കെ വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ആ ഒരു സപ്പോർട്ട് ലൈഫ് ലോങ് ദൈവകൃപയാൽ ഉണ്ടാകുമെന്നുള്ള ഒരു അഷ്വറൻസിലാണ് ഇന്നിപ്പോൾ ഞങ്ങൾ വിവാഹം എന്ന കൂതാശയിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ കണ്ടിട്ട് 1.5 മാസം ഏകദേശം സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ മാതാപിതാക്കളോട് അപ്രോച്ചാണ്. അച്ഛനും അമ്മേനോടും എങ്ങനെയാണ് നമ്മൾ ഒത്തിരി അങ്ങോട്ടും കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി കാര്യമായിട്ടാണ് അച്ഛനും അമ്മനെയും കാണുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി അതേപോലെ തന്നെ ആയിരിക്കും എൻ്റെ പപ്പേനും അമ്മേനെയും കാണുന്നത്. അതാണ് എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷനായിട്ട് തോന്നിയത്. പിന്നെ സംസാരിച്ച് പിന്നെ വളരെ സിമ്പിളാണെന്ന് തോന്നി. പിന്നെ ഏറ്റവും വലുത് നമുക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ കൂടെ സംസാരിച്ചു, മനസ്സിലായി നമ്മളെ ഇപ്പോൾ ആകുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് തന്നെ വലിയ കാര്യമായിട്ട് തോന്നുന്നു. താങ്ക് ഗോഡ്. നിങ്ങൾ എന്താണ് റിയാക്ഷൻ ആയിട്ടിരിക്കുന്നത്? ഇത്രയും പറഞ്ഞപ്പോൾ കയ്യടി പോലുമില്ലേ? ചാച്ചനെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചാച്ച കല്യാണം കഴിച്ചു, ചാച്ച ഹസ്ബൻഡ് ആയിരുന്നു. പക്ഷെ ഐ എം സോ ഹാപ്പി ഫോർ ഹിം. ഇവരെന്തായാലും ഞാൻ വെറുതെ ഇടാൻ തീരുമാനിച്ചിട്ടില്ല. സോ ആസ് എ വെഡിങ് ട്രഡീഷൻ രണ്ടുപേരും ഞാൻ ഫ്രണ്ടിലേക്ക് വിളിക്കുവാണ്, വേറെ ഒന്നിനുമല്ല. കപ്പിൾ ഡാൻസ്. ആ എഴുന്നേറ്റ്
ഞങ്ങളുടെ ആഹാരം ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രഭാവപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. നല്ല തമ്പുരാന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെഫിനെയും റോഷനെയും വിവാഹ ജീവിതത്തിലേക്ക് നയിച്ച ഈശോയെ, നിന്നെ ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ മക്കൾ ആരംഭിച്ച വിവാഹ ജീവിതം ഈശോയെ നിൻ്റെ കൃപയാലും നിൻ്റെ അനുഗ്രഹത്താലും ഏറ്റവും സ്നേഹത്തോടും ആനന്ദത്തോടും വിശുദ്ധിയോടും കൂടി മുന്നോട്ട് പോകാൻ എൻ്റെ കൃപ ഈ മക്കൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ വിശ്വസ്തയോടെ പരസ്പര സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആനന്ദത്തിലും സ്നേഹത്തിലുമായിരിക്കാൻ ഇവരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ വിവാഹ ജീവിതത്തിലേക്ക് വളർത്തി പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കൂടെ വളർന്ന് പരസ്പരം വളരാനായിട്ട് ഇടയാക്കിയ സഹോദരങ്ങളെയും മറ്റ് ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാം ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നല്ല ദൈവമേ, ഇവരുടെ മേൽ നീ കൃപയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടുന്നു. പ്രത്യേകിച്ച് ഈ പുതിയ ഭവനത്തിലേക്ക് പുതിയ മകളായി ഭാര്യയായി കടന്നു വരുന്ന റോഷന് എല്ലാ വിധത്തിലുള്ള ബലം നൽകണമേ. പുതിയ മകളെ സ്വീകരിക്കുന്ന ചേച്ചിയും ചേട്ടനെയും സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിത പങ്കാളിയെ സ്വീകരിച്ച ജെഫിനെയും ചേച്ചിയായി സ്വീകരിക്കുന്ന കുഞ്ഞിനെയും ഒത്തിരി സ്നേഹത്തോടെ എനിക്ക് നന്ദി പറയുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മ നീ മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയുന്ന സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.